വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. എല്ലാവർക്കും സുഖമില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു വീക്കെൻഡ് പ്രൊഡക്റ്റീവ് ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതിരാവിലെ എന്ന് പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഇങ്ങനെ രാവിലെ നല്ല ഇരുട്ടാണ്, അപ്പോൾ അതൊന്നും ഈ പ്ലാൻസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ പകർത്തിയത്. പിന്നെ ഇത് തലേ ദിവസം വൈകുന്നേരം ഫ്രൈഡേ മോർണിംഗ് ആണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഫ്രൈഡേ മോർണിംഗ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷനായിട്ട് അരി അരയ്ക്കുന്നത് കാണിച്ചതാണ് കേട്ടോ. പിന്നെ രാവിലെ വെള്ളം കുതിർത്തി നട്ട്സും കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വാട്ടായിറ്റിനിയുടെയൊക്കെ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, വെള്ളം കുതിർത്തി നട്ട്സൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഇത് പൊന്നി റൈസാണ്. അപ്പോൾ അത് കതിറിൻ്റെ പൊന്നി റൈസാണ്. അത് ഞാൻ കുറച്ച് പുട്ടിന് പൊടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ പൊടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് കൂടുതൽ ഇട്ട് വെക്കുന്നുണ്ട്. അത് ഈ പാത്രം നിറയെ തന്നെ കുതിർന്ന് കഴിഞ്ഞപ്പോൾ നിറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം പൊടിച്ച് വറുത്ത് വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് ആക്കി വെക്കാൻ വിചാരിച്ചിട്ട്. അതിനുശേഷം പിന്നെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാറിനുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ ഫുഡൊന്നും പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല, വീട്ടിലേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻ്റെ ചെറിയ മോളേനെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചിട്ട് പിന്നെ വീണ്ടും പോകാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ പോകണം. ആദ്യം ഒന്ന് ബീച്ചിലൊക്കെ പോകണം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഷോപ്പിങ്ങിന് കയറാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോളെ കൊണ്ടുപോകുന്നില്ല, അവൾക്ക് സാറ്റർഡേ എക്സാം ഉള്ളത് കൊണ്ട്. സാറ്റർഡേ അവൾക്ക് ബോർഡിൻ്റെ മുന്നത്തെ പ്രീ ബോർഡ് പ്രീ ബോർഡ് എക്സാം ആയിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറിന് ആദ്യം ഉരുളക്കിഴങ്ങും പരിപ്പും കൂടി ആദ്യം വേവിച്ചു. കാരണം രണ്ടും വേവ് കൂടുതലുള്ളതും ബാക്കിയുള്ളതൊന്നും വേവ് വളരെ കുറവുള്ളതുമാണല്ലോ. അപ്പോൾ ഉള്ളിയും പിന്നെ വഴുതനങ്ങ വാട്ടി തക്കാളി അങ്ങനെ പുളി തിളയ്ക്കുന്നതിൽ അതിലിടുക ചെയ്തുള്ളൂ. പിന്നെ സാമ്പാർ മസാല ഞാൻ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും അതന്നെ ഉണ്ടാക്കി വയ്ക്കുക ചെയ്യാറുണ്ട്. പിന്നെ ദോശ എങ്ങനെയാണ്, ഒരുപാട് പൊങ്ങിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബ്രഞ്ചിന് നമുക്ക് മുളക്ക് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു എന്നേലും. ഇതാണ് ഒമാനിലെ മത്ര കോർണിഷ്. ഇത് കാണും. ഈ മസ്കറ്റ് മത്ര എന്ന് പറയുന്ന ഈ സ്ഥലം നല്ല രസമാണ് കാണാൻ. അതിൻ്റെ സൈഡിലൊരു പാർക്കൊക്കെ ഉണ്ട്, 2 പാർക്കുകളുണ്ട് അവിടെ. പിന്നെ ഈ ബോട്ടും ഒക്കെ കൂടി നല്ല രസമാണ്. ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഈ ഭാഗങ്ങൾ ഞാൻ ഒരു ദിവസം കാണിക്കേണ്ട വിശദമായിട്ട്. പിന്നെ അങ്ങനെ എല്ലാം അങ്ങനെ പകർത്താൻ ഉദ്ദേശിച്ചതൊന്നുമല്ലായിരുന്നു. അന്ന് ഇവിടുന്ന് ഒരു ബോട്ട് റേസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് രാവിലെ 7:30 അൽമോജ് മസ്കറ്റിൽ ഈവനിങ് 5:30 അവസാനിക്കുന്ന രീതിയിൽ ബോട്ട് റേസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം വരെ പോകേണ്ടത്. ഇതാണ് സ്ഥലം കേട്ടോ, മത്ര എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ സൂക്കൊക്കെ ഉണ്ട്, ട്രഡീഷണൽ മത്ര സൂക്ക് ഉണ്ട്. അത് ഒമാൻ്റെ പരമ്പരാഗതമായ സാധനങ്ങളെല്ലാം അതിൽ വാങ്ങാനെല്ലാം കിട്ടും. ഇതാണ് മത്ര കോർണിഷ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു സിനിമയെല്ലാം ബ്രിട്ടാസൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയൊക്കെ ഉണ്ട്. ആ സിനിമയിലൊക്കെ കാണിക്കുന്ന മത്ര കോർണിഷ്, അതായത് കരളി TV-യുടെ ബ്രിട്ടാസ് അവർ അഭിനയിച്ചൊരു സിനിമയുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുറേ മുന്നേ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഷോപ്പിങ്ങിന് വരുന്നു. ഒമാൻ അവന്യൂസ് മോൾ, ലുലു, അവിടെയാണ് ഷോപ്പിങ്ങിന് വരുന്നത്. ഒമാൻ അവന്യൂസ് മോൾ ഞാൻ മുന്നേ അവിടെ വന്നിട്ട് പിന്നെ മോളൊന്നും ഫുള്ളായിട്ടൊന്നും ഞാൻ അന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞാൻ H&M പോകുന്നു. പിന്നെ എല്ലാ മോളിലും നമ്മുടെ കെയർഫോറിലും നമ്മുടെ അടുത്തുള്ള കെയർഫോറിലൊക്കെയും സിറ്റി സെൻറ്ററിലൊക്കെ H&M എല്ലാ അതിലൊക്കെ മോളിലും ഫേമസ് മോളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരേ ഷോപ്പിലല്ലാട്ടോ പോകുന്നത്, വേറെ ഷോപ്പിലാണ് പോകുന്നത്. നമ്മൾ ചിലപ്പോൾ നാളെയും
H&M പോകുന്നത് കാണും. പക്ഷേ അത് ഒരേ H&Mലല്ല പോകുന്നത്, വേറെ H&Mലാണ് പോകുന്നത്. കാരണം നമുക്ക് മോള് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലഗേജ് ഉണ്ട്, 45 കിലോ പ്ലസ് 7 ലഗേജ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സ് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറേ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളൊന്നും അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് ഡെയിലി യൂസിനുള്ള ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പോൾ ഡ്രസ് കോഡുകളൊക്കെ നോക്കിയിട്ട് വാങ്ങുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പാൻസ്, ഷർട്ട്, ഷൂ എല്ലാം കിട്ടണമായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കി നടന്നിട്ട് നമുക്കത് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഷോപ്പ് മാറി 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 പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ അങ്ങനെ ആദ്യം നമ്മളൊരു കുറച്ചൊരു ഷോപ്പിംഗ് ചെയ്തു. അതങ്ങോട്ട് ഒരു പ്ലാനൊന്നും അല്ലാതെ എന്തൊക്കെ വേണ്ടത് ഒന്നും അറിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് വാങ്ങി. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ ഇതല്ലായിരുന്നു വേണ്ടത്, വേറെ സാധനങ്ങളാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്പോൾ വീണ്ടും ഇതാണ് കേട്ടോ ബ്ലാക്ക് പാൻസ്. ഇത് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും തന്നെ പാകില്ല, അത്രയും ലൂസും അതിൻ്റെ ഷേപ്പൊന്നും നമുക്ക് ഇഷ്ടമായില്ല. ലഗേജ് 45 കിലോ പ്ലസ് 7 എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ഫ്ലൈറ്റിലൊന്നും അങ്ങനെ കിട്ടില്ല കേട്ടോ. അത് നമ്മൾ കിട്ടുന്നതിന് നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന കുട്ടികളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു ഇൻഫർമേഷനായിട്ട് എടുത്തിട്ട് എല്ലാവരും അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ വേറെ ഷോപ്പിലും നമുക്ക് ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കുന്നത്, എനിക്കല്ല വാങ്ങുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് നോക്കത്ത്. സോക്സ് വാങ്ങി, അത് 7 ജോഡിയുടെ ഒന്നിച്ചിങ്ങനെ പെയറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. പെയറല്ല, ഒന്നിച്ചിങ്ങനെ ബണ്ടിലാക്കിയിട്ടുള്ള സോക്സ് ആയിരുന്നു. അത് വാങ്ങി. പിന്നെ വേറെ ഒന്നും H&Mന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് വേണ്ട സാധനം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് അവിടുന്ന് വാങ്ങാതെ നമ്മളിപ്പോൾ സെൻറ്റർ പോയിൻറ്റിലാണ് വന്നിരിക്കുന്നത്. സെൻറ്റർ പോയിൻറ്റിൽ വന്നിട്ട് നമ്മൾ മുകളിൽ അവന്യൂസ് മോളിൻ്റെ 3rd ഫ്ലോറിൽ നിന്ന് നമ്മൾ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ 2nd ഫ്ലോറിൽ വിമൻസിൻ്റെ കളക്ഷൻ്റെ അവിടെ എത്തും. വ്യൂമൻ കളക്ഷൻ്റെ അവിടെ എത്തും. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് സ്റ്റെപ്പെല്ലാം കണ്ടത്. അപ്പോൾ ഈ ഷോപ്പൊക്കെ ഒമാനിലുള്ളവർക്കൊക്കെ പരിചിതമാവുന്നുണ്ട്. പിന്നെ ഷൂസ് നമ്മൾ നോക്കുന്നുണ്ട്. ഷൂസ് നോക്കുകയെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു നല്ല ബ്രാൻഡ് ആവണമെന്നുണ്ട്. കാരണം മഴയൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങനെ കൊണ്ടുപോവല്ലേ. അപ്പോൾ നാളെ തന്നെ കേടായി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇപ്പോൾ വാങ്ങുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം, അതുകൊണ്ടാണ്. ജോലിക്കായിട്ട് പോകുന്നവരാണെങ്കിൽ നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് വാങ്ങി കൊടുത്ത് വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലും കൂടിയാണ് നമ്മളിങ്ങനെ തപ്പി നടന്ന് വാങ്ങുന്നത് കേട്ടോ. സത്യത്തിൽ കുറേ ആയി ഞാൻ തപ്പി നടന്ന് വാങ്ങുന്നു. പിന്നെ എന്താ ഇത്രയും കാലങ്ങളായിട്ട് പോവാത്ത, എന്നും മോൾക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടാവും. കാരണമില്ല, ഇത് കഴിഞ്ഞ സെമ്മിൽ വിസ വരാത്തത് കാരണമാണ് പോവാൻ ലേറ്റായത്. പിന്നെ അടുത്ത സെം ഇൻടേക്ക് തുടങ്ങുമ്പോഴല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ സെം മിസ്സാവും ചെയ്തു, എന്നാൽ സെം കഴിഞ്ഞത് നമുക്ക് വിസ കിട്ടുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ട്. അന്നും നമ്മൾ ഏറ്റവും ആദ്യം ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഇൻടേക്കിൽ വിസ കിട്ടുമെന്നുള്ള വിചാരിച്ചിട്ട് അന്ന് ഷോപ്പിംഗ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇൻടേക്കിൽ വിസ ഇട്ടിട്ട് ഇന്ന് വൈകുന്നേരം വിസ ഇട്ടിട്ട്, അതായത് ഓസ്ട്രേലിയൻ ടൈമെല്ലാം കഴിഞ്ഞു, പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ഫയൽ എടുക്കുന്നുണ്ടാവുക. മണിക്കൂറുകളെ കൊണ്ട് വിസ കിട്ടിയിട്ടോ. അത് എങ്ങനെയാണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത്രയും റീച്ചൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാനൊരു മടി, അതുകൊണ്ട് മാത്രം ചെയ്യാതിരുന്നതാണ് കേട്ടോ. കുട്ടികളെ എന്താ പഠിക്കാൻ പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് അനുഭവത്തിൽ നിന്ന് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എനിക്ക് കുട്ടികളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യും. ഞാൻ ചെയ്യണമെന്ന് കുറേ ആയിട്ട് ചിന്തിക്കുന്നത് തന്നെയാണ്. എന്തായാലും ചെയ്യേണ്ടത്. റീച്ചായ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ കമൻസിലൊക്കെ ഇങ്ങനെ കുട്ടികൾ യാത്രയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വിസ കിട്ടി, എന്തിനാണ് ഫീസ്, എങ്ങനെയാണ് അത് കാര്യങ്ങൾ നടന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഏതാ കോഴ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളതായിരിക്കും. ഞാനും മുന്നേക്ക് കുറേ യൂട്യൂബൊക്കെ കാണാറുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ആദ്യം വിചാരിച്ചത് കൺട്രി അല്ല കേട്ടോ നമ്മൾ മാറിയതല്ല. ആദ്യം നമ്മൾ കാനഡയെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കാനഡയിൽ പോവാതെ പിന്നെ ഓസ്ട്രേലിയ എടുക്കുക ചെയ്തത്. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ
പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതിന് നമുക്കൊരു ഇപ്പോഴത്തെ കാനഡയിലുള്ള കുറേ കുട്ടികൾ പോകുന്നതിൻ്റെ ആയിട്ട് ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല കേട്ടോ. അതല്ലാത്ത വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളാണ്, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓസ്ട്രേലിയയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പറയാം. കുട്ടികൾ ഇപ്പോഴൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക അപേക്ഷിക്കേണ്ടൊക്കെ സമയമൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്ത ഇൻടേക്ക് അടുത്ത സമയത്തൊക്കെയാണ്. ഇപ്പോൾ 12 പഠിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ അപേക്ഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അനുഭവം കൊണ്ട് പഠിച്ച പല കാര്യങ്ങളും പുറത്തേക്ക് പോകുന്നതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി കുത്തിക്കയറ്റണമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഈ ഷൂ ആണ് നമ്മൾ വാങ്ങിയിട്ട് US പോളോ എന്നുള്ള ബ്രാൻഡിൻ്റെ. അതിൽ നല്ല പോലെ അതിൻ്റെ എംബ്ലം നന്നായിട്ട് കാണുന്നുണ്ട്, വൈറ്റ് കളറിൽ തന്നെ. പക്ഷേ എംബ്ലം കുഴപ്പമുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും നമ്മൾ വാങ്ങുകയാണ്, നമുക്ക് കിട്ടണ്ടേ, നമുക്ക് മാച്ച് ആവുന്നത്. അപ്പോൾ അഡിഡാസിൻ്റെ എങ്ങാണ്ട് എംബ്ലം അഡിഡാസ് എന്നുള്ള ബ്ലാക്കിൽ തന്നെ എഴുതും തോന്നുന്നു. പക്ഷേ അപ്പോൾ സൈസൊന്നും നമുക്ക് അതിൻ്റെ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് ഈ വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ അത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ ഇഷ്യൂ ആണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ, US പോളോയുടെ. പക്ഷേ അതിൽ നന്നായിട്ട് എംബ്ലം ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പറയുന്നത് കണ്ടില്ലേ, എംബ്ലം അത്രയും കാണുന്നത്. പിന്നെ എംബ്ലം ആയതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ പെട്ടി ആദ്യം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ എയർ ഇന്ത്യയിൽ നിന്ന് പ്രാവശ്യം നമ്മുടെ പെട്ടിയുടെ അടിയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ പൊളിഞ്ഞിട്ടില്ല, പക്ഷേ ചെറുതായിട്ടൊരിത് വന്നു. അപ്പോൾ ഇനി പൊളിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ബെഡ്ഷീറ്റ് പ്ലെയിൻ വൈറ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ ടൈമിൽ ഞാൻ ഇത് സൽമാൻ സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വിസ വന്നില്ലല്ലോ, ഏതാനും ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ വിസ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നൊക്കെ കുറേ വൈറ്റ് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പോൾ വൈറ്റ് സ്റ്റോക്ക് ഐക്കിയയിൽ കണ്ടത് ഒട്ടും കട്ടിയില്ല. ഇതെൻ്റെ ലഞ്ചാണ് കേട്ടോ. സാമ്പാറും ചോറും രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറും ചോറും ചീരപ്പേരും രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡും പപ്പടം ഇപ്പോൾ വാങ്ങി വന്നതാണ്. പിന്നെ പപ്പടം കാച്ചുമ്പോൾ എണ്ണ കൂടുതൽ ഒഴിച്ചപ്പോൾ അതിലൊരു മുളക് വറുത്തതാണ് കേട്ടോ. പിന്നെ നാരങ്ങ എടുത്തു. പിന്നെ ഇത് വൈകുന്നേരം കേട്ടോ. ഞങ്ങൾ വീണ്ടും ഊണൊക്കെ കഴിഞ്ഞിട്ട് കാർഫോറിൽ പോയി, സിറ്റി സെൻറ്ററിൽ പോയി. അതിന് ശേഷം വന്നതിന് ശേഷമാണ് ഉള്ള രാത്രിത്തെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞതിന് ശേഷമുള്ള ആകാശമാണ് കാണിച്ചത്. പിന്നെ ഇത് രാവിലെ കുതിർത്തിയ അരി പൊടിച്ച് പുട്ടുപൊടിയാക്കാൻ കേട്ടോ. വറുക്കുന്ന കാര്യങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ വറുക്കുന്നതോട് കൂടിയിട്ട് തന്നെ പൊടിക്കുന്നതോട് കൂടിയിട്ട് തന്നെ വറുക്കുന്നതിന് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊട്ടുപൊടി നന്നായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഇത് ഒമാനെയറും മൂണും ഒരുമിച്ച് കണ്ടപ്പോൾ അത് അങ്ങനെ എടുത്തു എന്നേയുള്ളൂ കേട്ടോ. എനിക്കിത് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടാണ്. പിന്നെ ഇത് പിറ്റത്തെ ദിവസം രാവിലെ പുട്ടുണ്ടാക്കുകയാണ്. ഇന്നലെ ഉണ്ടാക്കി വെച്ച പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പുട്ടും ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള കുറുമയും മസാലയൊന്നും ഇല്ലാതെ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കുറുമയാണ്. ഇന്നലെ രാത്രി പിന്നെ വീണ്ടും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കെയർഫോർ അല്ല, ഹൈപ്പർ മാക്സിൽ. കെയർഫോർ പേര് മാറി, പക്ഷേ വായിൽ വരുന്നതൊക്കെ കെയർഫോർ എന്ന് മാത്രമാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല, എപ്പോഴും ഷോപ്പ് കാണിക്കേണ്ട വിചാരിച്ചിട്ട് ഇത് ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങി നമുക്ക് ഇവിടെ കഴിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ പൊട്ടിച്ചു. പിന്നെ ടിഫിൻ ബോക്സ് ഇത് മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് സ്റ്റീലാണ്, ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്, രാജ് എന്നാണ് കാണുന്നത്. രാജ് ഒട്ടും തിക്കില്ല, പക്ഷേ നല്ല സ്റ്റീലാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ടിഫിൻ ബോക്സൊക്കെ ഇതാണ് അവൈലബിൾ എന്നാണ് ആ കടക്കാർ പറയുന്നത്, അറിയില്ല കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മളെപ്പോഴും വാങ്ങുന്നതല്ലല്ലോ. പിന്നെ ഇത് 2 ഗ്ലാസ് ബോക്സാണ്. ഇതിപ്പോൾ ഞാൻ തുറക്കുന്നില്ല. ഇതിന് വലുത് നമ്മൾ വേറെ ഐക്കിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല കനമുണ്ട്. അപ്പോൾ ഇതെങ്ങാനും കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇത് വാങ്ങിയിരുന്നത്. അല്ലെങ്കിൽ വലുത് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അത് ഇതിലും കനമുണ്ട്. ഇത് ബൊറോസിലാണ് കേട്ടോ. അത് നല്ലതാണ്, ക്വാളിറ്റി ഉണ്ടായിരിക്കും. മുകളിൽ ലിഡ് നമുക്ക് പ്ലാസ്റ്റിക് പോലെ തോന്നിയാലും അതും ഓവൻ സേഫൊക്കെയാണ്. പിന്നെ ഇത് 4 കൈലുകൾ ഒരുമിച്ച്. ഇതൊക്കെ ഈ രാജ് എന്ന് പറയുന്ന ബ്രാൻഡിന് തന്നെ ഒരുപാട് തിക്കില്ല. നമ്മൾ പണ്ടൊന്നും വാങ്ങിയിരുന്ന അത്ര തിക്കില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. പിന്നെ സ്പൂണ് ഇതൊക്കെ അത് തന്നെ. അല്ല, ഇത് രാജല്ല, ഒന്നും വേറെ ഇതൊക്കെ ഒരു ഷോപ്പിൽ തന്നെ വാങ്ങിയിട്ടുണ്ട്, എയർപോർട്ടിൻ്റെ ഷോപ്പിൽ നിന്ന്. പിന്നെ ഇതൊരു ചെറിയൊരു ബ്ലാങ്കറ്റ് വാങ്ങിയെന്നേ ഉള്ളൂ. ബ്ലാങ്കറ്റൊക്കെ വേറെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. ഇതെന്തായാലും ഇത് വാങ്ങി. ഇത് ഡബിളാണ്. ഡബിളിനും സിംഗിളിനും അവർ ഒരേ വില ഇട്ടത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിപ്പോയതാണ്. പിന്നെ ഇതിപ്പോൾ തണുപ്പിൻ്റെ സമയത്ത് ബെഡിൽ വിരിച്ച് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി. ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ, ഇതൊക്കെ ഓപ്ഷണലാണ്, കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കൊണ്ടുപോകും അത്രയുള്ളൂ. പിന്നെ പിന്നെ ചെരുപ്പുകളാണ്. ഇതൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ചെരുപ്പുകൾ ഒരേപോലത്തെ തന്നെ ഇതൊക്കെ വാങ്ങിയത്. പിന്നെ ഉള്ളതെല്ലാം വെജിറ്റബിൾസ്, റൈസ്, വെജിറ്റബിൾസ്, പിന്നെന്താ
ഇതാ ഫ്രൂട്ട്സ്, പിന്നെ ഗ്രോസറീസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. പിന്നെ ട്രോളിയൊക്കെ നോക്കിയിട്ടാണ് സമയം പോയത്. ടിഫിൻ ബോക്സ് പൊട്ടിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും പിന്നെ എന്നെ പൊട്ടിച്ചു കേട്ടോ. ഇത് മര്യാദയ്ക്ക് അടയുന്നുണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ പിക്ചറൊക്കെ കണ്ടപ്പോൾ ഒന്ന് പൊട്ടിക്കാനുള്ള ടെൻഡൻസി, അതുകൊണ്ട് പൊട്ടിച്ചതാണ്. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ സ്പേസ്. ഇത് കട്ടിയുണ്ട്, കനം നന്നായിട്ടുണ്ട്, താനും ഭംഗിയുണ്ട് കേട്ടോ. ബ്ലൂ, പിന്നെ ബ്ലൂ, യെല്ലോ, ഗ്രീൻ അങ്ങനെയൊക്കെയുള്ള ഇത് ലിഡോ എന്താ അത് ഇതിന് പറയുക, ഇത് അടയുന്നതിന് അങ്ങനത്തെ വരുന്നതുണ്ട്. ഞാൻ വൈറ്റാണ് വാങ്ങിയത്, കളറ് വാങ്ങിയില്ല. മുന്നേ വാങ്ങിയത് ബ്ലൂ തോന്നുന്നു. അപ്പോൾ ഇതും കൂടി പൊടിച്ച് കാണിച്ചു തരാം. റോസ് ഇതാണിത്. ഓവൻ സേഫാണ്. അതാണ് 400°C 20°C. പിന്നെ എന്താ ലീക്ക് റെസിസ്റ്റൻറ്റ്, മൈക്രോവേവ് പ്രൂഫ്, സ്റ്റെയിൻ ഫ്രീ. പിന്നെന്താ 100% ബൊറോസിലിക്കേറ്റ്, 100% മൈക്രോവേവബിൾ എന്നൊക്കെ പറയുന്നുണ്ട്, നോക്കാം. പിന്നെ ഗ്ലാസ്സാണ്, കനാണ് ഒരു പ്രധാന പ്രശ്നം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി.